നിങ്ങളിത് ഏതെങ്കിലും സംഘടനയുടെ ബേസിലാണോ ഇപ്പോൾ ഈ 20 ഏക്കർ സിറ്റി ക്ലെയിം ചെയ്യാം? അതെ അതെ, സംഘടനയുടെ പേരിലാണ്. ഒന്ന് AIM-SHG ഹെഡ് ലോഡ് ആൻഡ് ടെമ്പർ വർക്കേഴ്സ് CI2 20 ഏക്കർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. എവിടം വരെ? ഇത് 20 ഏക്കർ പരിസരം, 20 ഏക്കർ പട്ടണം ടൗണ് കേന്ദ്രീകരിച്ച് 20 ഏക്കർ പരിസരങ്ങളാണ് ഞങ്ങൾ ശുചീകരിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് 20 ഏക്കർ ഈ ശുചീകരണ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത്. താങ്കൾ ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ഞാൻ CPM-ന്റെ 20 ഏക്കർ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CI2-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. 20 ഏക്കറിന്റെ പേര് ഏരിയ കമ്മിറ്റി BCC. ഇവിടുത്തെ ചേട്ടാ അവിടെ ആ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടുത്തെ ഒരു ഓട മുഴുവൻ പൊളിഞ്ഞു കിടക്കും. അത് ഓട എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ ആണത്. മലയോര ഹൈവേ കോടിക്കണക്കിന് രൂപ മുടക്കി മലയോര ഹൈവേ പണിത ആ ഹൈവേയുടെ ഭാഗത്ത് 20 ഏക്കർ സിറ്റി എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഈ PWDയുടെയും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ഒരു ഗതികേടാണ്. 20 ഏക്കർ സിറ്റിയിലാണ് താലൂക്ക് ആശുപത്രി, സ്കൂള്, കോളേജ്, പല ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് 20 ഏക്കർ വന്നിട്ട് വേണം ആൾക്കാർ പോകാൻ. അത് മാത്രമല്ല ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ്. ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ മാസങ്ങളായി, ഏകദേശം 2 മാസക്കാലങ്ങളായി ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിന്റെ വാതിക്കൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണമാണ്. വെള്ളം 20 ഏക്കർ സിറ്റിയിലാണ് കെട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കലുങ്ക് അടച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഇതേടാണ്ട് ജനങ്ങൾക്കുള്ള സുരക്ഷിതമാണ് ഈ ബാരിക്കേഡ് പ്ലാസ്റ്റിക് വള്ളി കൊണ്ട്. ഈ മലയോര ഹൈവേ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ മലയോര ജനതയുടെ സ്വപ്ന പദ്ധതികളിൽ ഒരു പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പദ്ധതി. ഇത് മുടിപ്പിക്കുക, നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. മാസങ്ങളായി ഇത് ചെയ്തു വെച്ചിട്ട്. ഇത് ഉത്തരവാദിത്തപരമായി BWDയോ വാട്ടർ അതോറിറ്റിയോ ഇതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവുമില്ല. അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഏതെങ്കിലും ഒരു വാഹനം നിരന്തരം ഈ റോഡുകളിൽ അപകടങ്ങൾ നടക്കുന്നതാണ്. ഈ തൊട്ടപ്പുറത്ത് ഇന്നലെ വൈകിട്ട് ഒരു വാഹന അപകടം ഉണ്ടായി. ഈ 20 ഏക്കർ സിറ്റിയിൽ 4ആയിട്ട് തിരിയുന്നതാണ് ഈ റോഡ്. അതോടൊപ്പം തന്നെ ഈ കലുങ്ക് അടച്ചു വെക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി അപ്പുറത്ത് അത് കയ്യേറി അവിടെ ഓട നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കലുങ്ക് നിർമ്മിച്ചിരിക്കുന്ന ആ കലുങ്കിനകത്ത് പൈപ്പ് കൊണ്ട് ഓട അടച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാതയുടെ സമയത്താണ് ഞാൻ നിർമ്മിക്കുന്നത്. ഇതാണ് കട്ടപ്പന. ഇത് താലൂക്ക് ആശുപത്രി ഇതിലോട്ടുള്ള വഴിയാണ്. താലൂക്ക് ആശുപത്രിയിലോട്ടുള്ള വഴിയിലാണ് ഈ കലുങ്ക്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി ഇതിലെ പാസ് ചെയ്യുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കലുങ്ക് പണിതുകൊണ്ടിരുന്നത്. മാസങ്ങളായിട്ടും ഇത് മലയോര ഹൈവേയുടെ അനാസ്ഥയാണ് ഇതിന് ഏറ്റവും വലിയ
അനാസ്ഥ കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വളരെ അപകടം പിടിച്ചൊരു ഏരിയയാണ്. ഒന്ന് വള്ളക്കടവിന് പോകുന്ന വഴി, ഒന്ന് ആശുപത്രിയിലോട്ട്, താലൂക്ക് ആശുപത്രിയിലോട്ട് കിടക്കുന്ന വഴി കൂടെയാണ്. വഴി